ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിക്ക് ഈ നിമിഷം എന്താണ് നിങ്ങളോട് പറയാനുള്ളത് എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ജെൻഡർലെസ്സുമാണ്. ഇത് നിങ്ങൾക്ക് കറക്റ്റായിട്ട് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കാം. ഓക്കെ, നിങ്ങൾ ഡീപ്പായിട്ടൊന്ന് മെഡിറ്റേറ്റ് ചെയ്യുക, കോൺസെൻട്രേറ്റ് ചെയ്യുക, പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. എന്നതിന് ശേഷം വീഡിയോ തുടർന്ന് കാണുക. ഓക്കെ, നമുക്ക് നോക്കാം. അവരെന്താണ് ഈ ഒരു സമയത്ത് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്? വാട്ട് ദേ റിയലി വോണ്ട് ടു ടെൽ യു റൈറ്റ് നൗ. എന്തൊക്കെയാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഈ വ്യക്തി? വാട്ട് ദേ റിയലി വോണ്ട് ടു tell you. Okay, I don't know if we will ever change. ഓക്കെ, ചില ഹാബിറ്റ്സുകളുണ്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ പേഴ്സണെ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ചില ഹാബിറ്റ്സ്. എസ്പെഷ്യലി നിങ്ങളുടെ പേഴ്സണാണ് ആ പ്രശ്നം കാണിക്കുന്നത്. അതായത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തോ ചില ഹാബിറ്റ്സ് ആ വ്യക്തിക്ക് ഓൾറെഡി ഉണ്ട് എന്നാണ് കാണുന്നത്. അതിൻ്റെ പേരിൽ നിങ്ങൾ തമ്മിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടായി പോയത് ആണ് കൂടുതൽ പേരുടെ എനർജീസിൽ കാണിക്കുന്നത്. അതൊരു പക്ഷേ നിങ്ങളെ നിങ്ങൾക്കൊരു വാല്യൂ തരാത്ത രീതിയിലുള്ള അവരുടെ ചില സംസാര രീതികളായിരിക്കാം, പെരുമാറ്റമായിരിക്കാം. നിങ്ങളെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങൾ തന്നെയാണ് കാണുന്നത് കൂടുതലായിട്ടും. അതുപോലെ തന്നെ ചിലർക്കാണെന്നുണ്ടെങ്കിൽ ചില ബാഡ് ഹാബിറ്റ്സ് ഓൾറെഡി അവർ ചില അഡിക്ഷൻ പോലുള്ള കാര്യങ്ങളിലൊക്കെ ആയി പോയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലായി, അങ്ങനെ ഉള്ള ഇഷ്യൂസ്. അങ്ങനെയാണ് ഇവിടെ മാസ്റ്റർ കാർഡ് വ്യക്തമാക്കുന്നത്. ഒരിക്കലും ഇങ്ങനെ ഒന്നും സംഭവിക്കരുതായിരുന്നു എന്നവർ ചിന്തിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ എത്ര പറഞ്ഞിട്ടും ഈ വ്യക്തി മനസ്സിലാക്കുന്നില്ല. ഈ വ്യക്തിക്ക് അവരുടെ സ്വഭാവങ്ങൾ മാറ്റാനായിട്ട് പറ്റുന്നില്ല. അതിൽ നിങ്ങൾ സെപ്പറേഷനിലൊക്കെ ആയത് അവർ ഒരിക്കലും പ്രതീക്ഷിച്ചത് പോലുമല്ല. പക്ഷേ ഇങ്ങനെ സംഭവിച്ചത് അവർ കാരണമാണല്ലോ എന്ന് ഓർത്തിട്ട് അവർ റിഗ്രറ്റ് ആവുന്നുണ്ട്. ഓക്കെ, ആൻഡ് വി വിൽ ഓൾവേസ് കം ബാക്ക് ടു ഈച്ച് അതർ. അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിലും ഇപ്പോൾ അവരുടെ റിഗ്രറ്റ് ഉള്ള സമയമാണെന്നുണ്ടെങ്കിലും അവരുടെ പ്രതീക്ഷ എന്ന് പറയുന്നത് നിങ്ങളും ഈ പേഴ്സണും ഒന്നിച്ച് ചേരുമെന്നുള്ളത് തന്നെയാണ്. ആ ഒരു പ്രതീക്ഷയിലാണ് അവർ ഓരോ ദിവസവും അവരിലെ കടന്നു പോകുന്നത്. ആൻഡ് ഐ ഫീൽ അൺക്ലിയർ അബൌട്ട് വെയർ വി സ്റ്റാൻഡ്. ഇപ്പോൾ ഒരു കൺഫ്യൂഷനാണ് ആ വ്യക്തിക്ക്. ഇപ്പോൾ തിരിച്ച് നിങ്ങൾ അവരുടെ ലൈഫിൽ വന്നാലും അവരെ വീണ്ടും എല്ലാ രീതിയിലും അക്സെപ്റ്റ് ചെയ്യുമോ, അവരുടെ തെറ്റുകളൊക്കെ തിരുത്താനൊരു അവസരം കൊടുക്കുമോ, ഇത്തരത്തിലുള്ള ചിന്തകൾ അവരെ ആകെ തന്നെ ടെൻസ്ഡും സ്ട്രെസ്ഡും ഒക്കെ ആക്കുന്നുണ്ട്. ആൻഡ് അതുകൊണ്ട് തന്നെ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ഓർത്ത് വിഷമിക്കുന്നുണ്ട്. അവർ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് ആ പാസ്റ്റിൽ. അവർ നിങ്ങളോട് മാപ്പ് ചോദിക്കുന്നുണ്ട്, അവരുടെ തെറ്റുകൾ ഏറ്റു പറയുന്നുണ്ട്. ഇതൊക്കെയാണ് ഇവിടെ അവർ പറയാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ കുറ്റങ്ങൾ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങൾ അവർ തിരുത്താനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോഴും അവർ നിങ്ങളെ നേടിയെടുക്കാനായിട്ട് ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട്. അവർ ഡേ ഡ്രീം ചെയ്യുന്നുണ്ട് നിങ്ങളെ. ആൻഡ് വി ആർ ബോത്ത് ഹേർട്ടിങ് ഫ്രം ദിസ്. ഈ ഒരു ഡാമേജ് എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ വലിയ രീതിയിൽ ബാധിച്ചിരിക്കുകയാണ്. നിങ്ങളെ മാത്രമല്ല നിങ്ങളുടെ പേഴ്സണെയും ഒരുപോലെ തന്നെ ബാധിച്ചിരിക്കുകയാണ് ഈ ഒരു നെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. രണ്ടു പേർക്കും ഡെയിലി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത രീതിയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ആൻഡ് അതവർ മനസ്സിലാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ പറയുന്നത്. ഐ വാസൻ ഹാപ്പി ദ വേ തിങ്സ് വേർ ഗോയിങ്. കാര്യങ്ങൾ പോകുന്ന രീതിയിൽ അവർ ഒട്ടും തന്നെ ഹാപ്പി അല്ല, അവർ അൺസാറ്റിസ്ഫൈഡ് ആണ് എന്നാണ് അവർ വ്യക്തമാക്കുന്നത്. നിങ്ങൾ വിചാരിക്കും നിങ്ങളില്ലാതെ അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നു, അവർ നിങ്ങളെ ഇല്ലാതെ മറ്റ് ചില റിലേഷൻഷിപ്പിൽ പോയിരിക്കുന്നു. പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. അവർക്ക് ഓരോ ദിവസവും അവരാകെ തന്നെ തകർന്നു പോകുന്നതായിട്ടൊക്കെയാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത് എന്നാണ് അവർ പറയുന്നത്. ആൻഡ് ഐ ഫെയിൽ ടു ഗിവ് യു വാട്ട് യു നീഡ്. നിങ്ങൾ അവരിൽ നിന്ന് പ്രതീക്ഷിച്ച ഒരു കാര്യങ്ങളും നൽകാനായിട്ട് ഈ വ്യക്തിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആഗ്രഹിച്ചതൊന്നും നിങ്ങളുടെ ലൈഫിൽ അവരിൽ നിന്ന് നൽകാൻ അവർക്ക് കഴിഞ്ഞില്ല. അതെല്ലാം അവർ ഓർത്തൊരുപാട് അവർ തകർന്നു പോകുന്നുണ്ട്. ഐ ഫീൽ ഷാറ്റഡ് അബൌട്ട് സിറ്റുവേഷൻ. ഈ ഒരു സിറ്റുവേഷനെ ഓർത്തിട്ട് തന്നെയാണ് അവരെപ്പോഴും ഒരു ആങ്സൈറ്റി ഡിപ്രഷനിലേക്കൊക്കെ അവർ പോകുന്നത്. ട്രൈങ് ടു മൂവ് ഓൺ. ഓക്കെ, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും തന്നെ മൂവ് ഓൺ ചെയ്യണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. പുതിയ ചാപ്റ്റർ തുടങ്ങണം, എല്ലാം അവസാനിപ്പിക്കണം. അതായത് അവരുടെ ബാഡ് ഹാബിറ്റ്സ് ആയിരുന്നാലും അവരുടെ ചില പ്രത്യേക സ്വഭാവ രീതികളായിരുന്നാലും ആ ഒരു കോൺവെർസേഷൻ, അങ്ങനെ എന്താണോ നിങ്ങളെ വേദനിപ്പിച്ചത് ആ ഒരു കാര്യങ്ങളിൽ നിന്നെല്ലാം മാറണം. അവർ മാറി ചിന്തിക്കണം, പുതിയ രീതിയിൽ നിങ്ങളിലേക്ക് തിരിച്ചു വരണം എന്നാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഇപ്പോൾ ഐ ആം സ്റ്റിൽ ട്രൈങ് ടു ഹീൽ. ഇപ്പോഴും അവർ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്, സ്വയം ഹീലാവാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. കാരണം അവർ തന്നെ അവരുടെ തെറ്റുകൾ മനസ്സിലാക്കിയ സമയം മുതൽ അവർക്ക് സ്വയം അവരെ അൺവേർത്തി ആയിട്ടൊക്കെ ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ അവരത്
അതിനെ മാറ്റിയെടുക്കാനായിട്ടുള്ള ശ്രമങ്ങളിലാണെന്നാണ് പറയുന്നത്. ആൻഡ് നിങ്ങളുടെ ആ ഒരു കോൺവെർസേഷനിൽ പോകാനായിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട്, നിങ്ങളെ കോൾ ചെയ്യാനായിട്ട്, നിങ്ങളുടെ വോയിസ് കേൾക്കാനായിട്ട് ഒക്കെ അത്രത്തോളം ആഴത്തിൽ ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. ആൻഡ് ഐ എം സ്ട്രഗ്ലിംഗ് ടു ഫൈൻഡ് ദി റൈറ്റ് പാത്ത്. ഇപ്പോൾ റൈറ്റ് പാത്ത് ചൂസ് ചെയ്യാനായിട്ട് അവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അവരുടെ ഡെസ്റ്റിനി എന്താണെന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവരുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ എന്ന് പറയുന്ന പോലെ അവർക്ക് മുന്നോട്ടിനി എന്ത് ചെയ്യണം, എന്ത് ഡിസിഷൻ എടുക്കണം, ഏത് പാത്തിലൂടെ പോകണം എന്നൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത്. ഐ മെസ് അപ്പ് ദ ഗുഡ് തിങ്സ് ഇൻ മൈ ലൈഫ് സംടൈംസ്. ചില സമയങ്ങളിലെങ്കിലും അവരുടെ ലൈഫിൽ പല കാര്യങ്ങൾക്കും അവർക്ക് മിസ്സാവുന്നുണ്ട്. എസ്പെഷ്യലി നിങ്ങളുടെ ആ ഒരു സ്പേസ് അവർക്ക് കറക്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല. ആ ഒരു മിസ്സിങ് പീസ് ആയിട്ട് തന്നെ അവരുടെ ലൈഫ് കംപ്ലീഷൻ ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് അവർ നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നത്. അവരുടെ തെറ്റുകൾ തിരുത്താനായിട്ട്, അവരുടെ തെറ്റായ വശം മനസ്സിലാക്കാനായിട്ട് ഈ സെപ്പറേഷൻ അവരെ ഹെൽപ്പ് ചെയ്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. അവരുടെ തെറ്റുകളെല്ലാം അവരിപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. പലതും നിങ്ങളോട് തുറന്നു പറയാനായിട്ട് അവർ ആഗ്രഹിച്ചിരിക്കുകയാണ്. ആൻഡ് ഈ ഒരു സ്ട്രെസ്സ് കാരണം അവരെ തന്നെ അവർക്ക് ഡ്രെയിൻ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ്, അവരുടെ എനർജി എല്ലാം ഡ്രെയിൻ ചെയ്ത് പോകുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യാണ്. അവർക്ക് എപ്പോഴും എന്തെങ്കിലും ഫിസിക്കൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം ഉള്ളതായിട്ടൊക്കെ അവർക്ക് ഫീൽ ആവുന്നുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾക്കും എക്സ്പീരിയൻസ് ആവുന്നുണ്ട്. മെഡിക്കേഷൻസ് ഒക്കെ എടുത്താൽ പോലും ഹീലാവാത്തതായിട്ടുള്ള പ്രശ്നങ്ങൾ നിങ്ങൾക്ക് ശാരീരികമായിട്ട് മാനസികമായിട്ടൊക്കെ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. നിങ്ങളുടെ പേഴ്സണും ഈ ഒരു സെയിം സിറ്റുവേഷനിലൂടെ കടന്നു പോവുകയാണ്. നിങ്ങൾ തമ്മിൽ ആ ഒരു സോൾ ബോണ്ടിങ് ഉള്ളത് കൊണ്ട് തന്നെ രണ്ടു പേർക്കും ഇപ്പോൾ സെയിം എനർജിയാണ് കാണിക്കുന്നത്, സെയിം ഫീലിങ്സ് ആണ് കാണിക്കുന്നത്, മിററിംഗ് ഒക്കെ ആയിട്ടാണ് കാണുന്നത്. ആൻഡ് ഒരിക്കലും ഇനി അവർ നിങ്ങളെ വിട്ടു പോവില്ല. അത് നിങ്ങൾക്ക് അവർ ഉറപ്പ് തരുന്ന കാര്യമാണ്. അവരുടെ ഭാഗത്ത് തെറ്റുകളുണ്ട്, അവർ നിങ്ങളെ അനുകൂലമല്ലാതിരുന്നൊരു സാഹചര്യത്തിൽ വിട്ടിട്ട് പോയി, അതെല്ലാം അവരുടെ തെറ്റ് തന്നെയാണ്. പക്ഷേ ഇനി ഒരു അവസരം കിട്ടിയാൽ ഒരിക്കലും അവർ നിങ്ങളെ വിട്ടിട്ട് പോകില്ല എന്നുള്ള ഒരു പ്രോമിസ് കൂടി അവർ നൽകണുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചെറിയ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ ഒന്നും റെസനേറ്റ് ആവില്ല. നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക, അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക. റീഡിംഗ് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിലൂടെ വീണ്ടും കാണാം. അതുവരെയും ബൈ ബൈ.